it's me Rahul. Welcome to Chadox. So, market analysis for the week. So, ഇന്ന് നിഫ്റ്റി ഒരു ഗ്യാപ് ഡൗണിൽ വീണിട്ട് ജസ്റ്റ് നിഫ്റ്റി പുൾ ബാക്ക് തന്നു. എന്നിട്ട് നമ്മുടെ ലാസ്റ്റ് തേഴ്സ്ഡേ ഹൈയുടെ താഴെ ക്ലോസ് ചെയ്തു. സോ നമ്മളെന്നും എപ്പോഴും നമ്മൾ എല്ലാം ട്രേഡ് ചെയ്യുമ്പം ഒരു സി നമ്മൾ വരുന്ന തെറ്റ് ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ പ്രൈസ് താഴോട്ട് പോകുമ്പോൾ, അതായത് പ്രൈസിൻ്റെ വില, അതായത് ഒരു വസ്തുവിൻ്റെ വില കുറയുമ്പം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ എന്താ സാധാരണ ചെയ്യുക, അത് മേടിക്കും അല്ലേ. സോ അതാണ് ബേസിക് തിയറി. നമ്മുടെ ഡെയിലി ലൈഫിലാണെങ്കിലും ഒരു പ്രൈസിൻ്റെ വില കുറയുമ്പോൾ നമ്മളതിനെ ബൈ ചെയ്യാനാണ് ശ്രമിക്കുക. സോ പക്ഷേ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ എന്താ ചെയ്യുന്നത്, അതിൻ്റെ പ്രൈസിൻ്റെ വില പെട്ടെന്ന് കുറഞ്ഞ് കാണുകയാണെങ്കിൽ നമ്മളതിനെ സെല്ല് ചെയ്യും. സോ സെല്ല് ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി അത് മുകളിലോട്ട് പോകും, ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും. ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആകുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമുക്ക് സ്റ്റോപ്പ് ലോസ് അടിക്കും. സോ നമുക്ക് എപ്പോഴും ഒരു ഡിമാൻഡ്സ് ഉണ്ട്, അതായത് കുറഞ്ഞ വിലയിലുള്ള ഏരിയ, അതായത് താഴെ, അതായത് ഒരു വസ്തുവിന് കൂടുതൽ ആൾക്കാർ മേടിക്കാനുള്ള സ്ഥലത്ത് ആണ് ഒരു പ്രൈസ് നിൽക്കുന്നതെങ്കിൽ അതെപ്പോഴും അതിൻ്റെ ടെൻഡൻസി മുകളിലോട്ട് കയറിപ്പോകാനായിരിക്കും. സോ നമ്മൾ അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് നമ്മൾ നോക്കിയാൽ അറിയാം, നിഫ്റ്റി ഒരു ഗ്യാപ്പ് അപ്പിന് വീണു, താഴെ വന്നു. സോ താഴെ വന്ന ഒബ്വിയസ്ലി അവിടെ ബയേഴ്സ് ഇൻട്രസ്റ്റഡ് ആവും. അവിടെ സിമ്പിൾ ഒരു ലോജിക്കുള്ളൂ, ബയേഴ്സ്, അതായത് വാങ്ങിക്കാനുള്ള ആളുടെ ഇൻട്രസ്റ്റ് കൂടും. കാരണം 25,200 എന്നൊരു വസ്തുവാണ്, അല്ലെങ്കിൽ ഒരു സെക്യൂരിറ്റിയാണ് താഴെ, അല്ലെങ്കിൽ ഒരു ഇൻഡെക്സാണ് താഴെ വന്നിരിക്കുന്നത്. സോ സെയിം കൺസെപ്റ്റാണ്, സിമ്പിൾ. അവിടെ നിന്ന് ബൈ ചെയ്തു, അത് ഒരു 100 പോയിൻറ്റ്സ് തിരിച്ച് മുകളോട്ട് കയറിപ്പോയി. ബട്ട് ഒരു ഗ്യാപ്പ് ഫില്ലിംഗ് സ്ട്രാറ്റജി അങ്ങനെ പല രീതിയിൽ നമുക്ക് പറയാം. സോ ബട്ട് ആസ് പെർ കറണ്ട് സിറ്റുവേഷൻ, ജിയോ പൊളിറ്റിക്കൽ ഇഷ്യൂസ് കാരണം പ്രൈസ് ബ്രേക്കൗട്ട് ചെയ്ത് മുകളിൽ പോയിട്ടില്ല. സോ നമ്മുടെ അനാലിസിസ് നാളത്തേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് വരാം. കൊടുത്തു ചാർട്ട് നമുക്ക് തുറക്കാം. ഓക്കെ നിഫ്റ്റി. സോ ഇതാണ് നിഫ്റ്റിയുടെ കറണ്ട് സിനാരിയോ. നമ്മൾ ഓൾറെഡി ഈ ട്രെൻഡ് ലൈൻ ഒരുപാട് വട്ടം യൂസ് ആവുന്നുണ്ട്. ഓക്കെ, ഈ ട്രെൻഡ് ലൈൻ, ഈ ഒരു ഏരിയ നിഫ്റ്റി എന്ന് ബ്രേക്ക് ചെയ്ത് പോകുന്നു അന്ന് വരെ ട്രെൻഡ് ലൈൻ നിങ്ങളെല്ലാവരും മാർക്ക് ചെയ്ത് വെച്ചാൽ അത് നമ്മുടെ ഡെയിലി ട്രേഡിങ്ങിന് നന്നായിരിക്കും. ഓക്കെ, സോ നിഫ്റ്റി ഫ്രൈഡേ വീക്കിലി ക്ലോസ് ഇവിടെ ആയിരുന്നു. ബട്ട് നിഫ്റ്റി ഒരു ബ്രേക്ക് ഡൗണിൽ താഴോട്ട് വന്നു. സോ നമുക്ക് മന്ത്ലി ജസ്റ്റ് പോയി നോക്കിയിട്ട് വരാം. മന്ത്ലി സ്റ്റേയിൽ നമ്മൾ ബുള്ളിഷ് തന്നെയാണ്. ഓക്കെ, സ്റ്റേയിൽ നമ്മൾ ബുള്ളിഷ് തന്നെയാണ്. വീക്കിൽ നിന്ന് സ്റ്റാർട്ടായിട്ടുള്ളൂ, ഒരു ഇൻഡിസെഷൻ വീക്കാണ്. ലാസ്റ്റ് വീക്കിൽ ബുള്ളിഷ് പേഴ്സിങ് പോലുള്ള ഒരു ക്യാൻഡിലായിരുന്നു. സോ ഇത് ഇൻഡിസെഷൻ, അതായത് വീക്ക് സ്റ്റാർട്ടായിട്ടുള്ള നമുക്കൊന്നും പറയാനായിട്ടില്ല. സോ എന്തുകൊണ്ട് സംഭവിക്കാം വീക്കിലി. ഡെയിലിയിൽ നമ്മൾ പോയി നോക്കിക്കഴിഞ്ഞാൽ ഡെയിലിയിൽ സോ ഒരു ഡോജി ക്യാൻഡിലാണ്, ഒരു ഇൻഡിസെഷൻ ക്യാൻഡിലാണ്. ഓക്കെ, ഇത് ബ്രേക്ക് ചെയ്താൽ താഴോട്ട് വരാനും ഇതിൻ്റെ മുകളിലോട്ട് പോകാനും ചാൻസ് ഉണ്ട്. സോ നമുക്ക് പ്രൈസ് അനാലിസിസ് ജസ്റ്റ് ഒന്ന് നോക്കാം. പ്രൈസ് എന്താ പറയുന്നത്, 150 മിനിറ്റ്സ് നോക്കാം. ഓക്കെ, സോ 15 മിനിറ്റ്സിൽ ഈ ഹൈ ഒരു ഇമ്പോർട്ടൻറ്റ് ഹൈ ആണ്. ഓക്കെ, ലാസ്റ്റ് ഉണ്ടാക്കിയ ഹൈ, ഈ ഹൈയുടെ മുകളിലെ നമുക്കിനി ഒരു മുകളോട്ടുള്ളൊരു ട്രെൻഡ് നമുക്ക് ഉണ്ടാവുള്ളൂ. സോ അതുവരെ നമ്മൾ ഈ ഏരിയയിൽ കൺസോൾട്ടേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇത് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോവുകയോ ചെയ്യും. ആസ് കറണ്ട് കണ്ടീഷൻസ് നമുക്ക് ഒന്നും പറയാനായിട്ടുമില്ല. സോ നമുക്ക് താഴോട്ട് ട്രേഡ് വരണമെങ്കിൽ നമ്മൾ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത്, അല്ലെങ്കിൽ ഈ ഒരു ലോ ബ്രേക്ക് ചെയ്ത് താഴോട്ട് വന്നാൽ മാത്രമേ നമുക്ക് താഴോട്ടുള്ള ട്രേഡ് ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് അതുവരെ നാളെ മേ ബി ഒരു സൈഡ് വേസ് മാർക്കറ്റ് ആയിരിക്കും. മാർക്കറ്റ് മൂവ് ചെയ്യാൻ ചാൻസ് കൂടുതൽ. അതല്ലെങ്കിൽ ഇതേപോലെ ഇന്നത്തെ പോലെ ഒരു ഗ്യാപ് ഡൗണിലാണ് സിനാരിയോ ക്രിയേറ്റ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എവിടെ നിന്ന് ഒരു ബൈ ഓൺ ടിപ്പ് കിട്ടുന്നോ അവിടെ നിന്ന് ബൈ ചെയ്യുക. സോ ഇതാണ് ഞാൻ പറഞ്ഞത്. ഏകദേശം 25,132 നിന്നൊരു പ്രൈസ്, അതായത് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്തിട്ട് 24,828 വരെ വന്നു. സോ ഇവിടുന്ന് ഒബ്വിയസ്ലി ആൾക്കാർ ബൈ ചെയ്തുള്ളൂ. അതാണ് ഈ ഒരു മൊമെൻറ്റ് തിരിച്ച് നിഫ്റ്റി തന്നത്. അതുമല്ല, നമുക്ക് നോക്കിയാൽ മതി, ഈ ഒരു ഏരിയ എന്ന് വെച്ചാൽ നിഫ്റ്റിയുടെ ഒരു ഡിമാൻഡ് സോണാണ്. ഓക്കെ, നിഫ്റ്റിയുടെ മേജർ മൊമെൻറ്റ്സ് വന്ന് ഒരുപാട് പ്രൈസ് വന്ന് കൺസോൾട്ടേറ്റ് ചെയ്തിട്ട് തിരിച്ച് നിഫ്റ്റി ഒരു മേജർ മൊമെൻറ്റ് തന്നൊരു ഏരിയ ഇതാണ്. സോ ഈ ഏരിയയിൽ ഈ ഒരു ഹൈ കണ്ടോ, ഈ ഒരു ഹൈ നിഫ്റ്റി വന്നിട്ട് ടച്ച് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഈ ഹൈ ഏതാണെന്ന് നിങ്ങൾക്കറിയോ? ഈ ഹൈ ഞാൻ ഡേ ചാർട്ടിൽ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഈ ഹൈ നമ്മുടെ
ഡിസംബർ ഹൈ ആണ്. നിങ്ങൾ നോക്കിയാൽ മതി. ഈ ഹൈ ഇവിടെ ഞാൻ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ഡിസംബർ ഹൈ. ഡിസംബറിൽ അതായത് ഒരു ഡൗൺ ട്രെൻഡിൽ വന്നിട്ട് ഒരു ലോവർ ഹൈ ഉണ്ടാക്കിയ ആ ഹൈ ആണ് ഈ ഹൈ. സോ ഇന്ന് മാർക്കറ്റ് വന്ന് സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു പോയതും ആ ഒരു ഏരിയയിൽ തന്നെയാണ്. സോ ഈ ഒരു ഏരിയ അപ്പം നമ്മുടെ ഡിമാൻഡ് സോണായിട്ട് ഇനിയും ആക്ട് ചെയ്യാൻ ചാൻസ് ഉണ്ട്. സോ നമുക്ക് ഈ ഒരു നിങ്ങളിങ്ങനെ ഒരു ബോക്സോ അല്ലെങ്കിൽ ഒരു സോണോ ഇവിടെ വരച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിൽ മാർക്കറ്റ് വരികയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിനെ ബൈ ചെയ്തിട്ട് അതായത് ബൈ ചെയ്യുമ്പോൾ നമ്മൾ ജസ്റ്റ് കണ്ടും പൂട്ടി ബൈ ചെയ്യരുത്. അവിടെ ഒരു ഇതേപോലെ ഒരു ഹാമർ പ്രോപ്പർ റിവേഴ്സൽ കാണിച്ചിരുന്നു. ഒരു ഹാമർ അല്ലെങ്കിൽ എന്തെങ്കിലും ബുള്ളിഷ് സിനാരിയോ ഏതെങ്കിലും ഒരു ബുള്ളിഷ് ക്യാൻഡിൽ ഇവിടെ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ബൈ ചെയ്യാം. അതിൻ്റെ മുകളിൽ നിന്ന് ബൈ ചെയ്യാൻ, താഴെ സ്റ്റോപ്പ് ലോസ് നോക്കാം. സിമ്പിളാണ്. വലിയ ആൾക്കാർ പുറത്ത് എല്ലാവരും പറയുന്ന പോലെ മാർക്കറ്റ് അത്ര കോംപ്ലിക്കേറ്റഡ് ഒന്നുമല്ല. നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ പ്രൈസിന് മുമ്പ് മനസ്സിലാക്കി കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ് മാർക്കറ്റ്. സോ ഞാനും മാർക്കറ്റിലോട്ട് വന്ന സമയത്ത് ഇതിൽ ഭയങ്കര മാർക്കറ്റിനെ ഭയങ്കര സംഭവമായിട്ട് എടുത്ത് വെച്ചിരുന്നു. ബട്ട് മാർക്കറ്റ് നമ്മളതിൻ്റെ മൂവ്മെൻറ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്കറ്റിൻ്റെ ഒരു ഒരു മാർക്കറ്റിൻ്റെ ഒരു പ്രൈസ് ആക്ഷൻ മനസ്സിലാക്കി കഴിഞ്ഞാൽ മാർക്കറ്റ് നമുക്ക് സിമ്പിളായിട്ട് മാർക്കറ്റിൽ നിന്ന് ക്യാഷ് ഉണ്ടാക്കാം. ബട്ട് ഒബ്വിയസ്ലി ഞാൻ ഫുൾ ടൈം എൻ്റെ ട്രേഡ് ഒരിക്കലും വിന്നിട്ട് പോകാറില്ല. വിന്നിങ് ആൻഡ് ലോസ് അത് എല്ലാവർക്കും ഉണ്ടാകുന്നതാണ്. എനിക്കും ഉണ്ടാകാറുണ്ട്. ലാസ്റ്റ് വീക്കിലൊക്കെ എനിക്ക് ഹെവി ലോസ് വന്നിട്ടുണ്ട്. അത്യാവശ്യം ലോസ് എനിക്കും വന്നിട്ടുണ്ട്. സോ റിസ്ക് മാനേജ്മെൻറ്റ് അതെല്ലാം അതിൻ്റെ ഒരു പാർട്ട് ഓഫ് ആണ്. സോ ഇറ്റ്സ് എ പാർട്ട് ഓഫ് ഗെയിം. ലോസ് ആൻഡ് വിൻ ഒബ്വിയസ്ലി ട്രേഡിങ്ങിലുണ്ടാവും. ഈ കരിയർ നമ്മൾ ചൂസ് ചെയ്യുമ്പം അത് നമ്മൾ ആ ഒരു ഡിസിഷൻ നമ്മുടെ മുന്നിൽ എപ്പോഴും വേണം. അല്ലാതെ എന്ന് നമുക്ക് ഒരു പ്രോഫിറ്റ് ട്രേഡർ ആവാമെന്നുള്ളൊരു ഒരു തീരുമാനം ഒരിക്കലും ശരിയല്ല. ഒരു മാർക്കറ്റ് പോലെ തന്നെയാണ് നമ്മുടെ ട്രേഡിങ് കരിയറും. സോ ഒരു ഹൈ ഉണ്ടായാൽ ഒരു ലോ എന്തായാലും ഉണ്ടാവും. പക്ഷേ ഒരു ലോവർ ലോ ആകാൻ ശ്രദ്ധിക്കുക. അത്ര മാത്രമേ ഉള്ളൂ. അടുത്ത ഹൈ അവിടെ നിന്ന് ഉണ്ടാക്കുക. അതാണ് മാർക്കറ്റിൻ്റെ ഒരു സെൻറ്റിമെൻറ്റ്സ്, അല്ലെങ്കിൽ ഒരു മാർക്കറ്റിലെ നമ്മുടെ ഒരു ട്രേഡറിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് അത് തന്നെയാണ്. സോ നാളെ മാർക്കറ്റ് ഇതേപോലെ തന്നെ ഒരു ഗ്യാപ്പ് ഡൗണിലാണ് പ്രൈസ് വരുന്നതെങ്കിൽ നമ്മൾ ബൈയിലോട്ട് പോവുകയാണ്. അതായിരിക്കും സിനാരിയോ എപ്പോഴും നല്ലത്. കാരണം ട്രെൻഡ് അപ്പാണ്. നമ്മളെപ്പോഴും ട്രെൻഡ് അപ്പായിരിക്കുമ്പം ഒരു ബൈ സെൻറ്റിമെൻറ്റ്സ് അല്ലെങ്കിൽ ഒരു ബൈ മോഡിലോട്ട് ട്രേഡ് എടുക്കുന്നതായിരിക്കും എപ്പോഴും സേഫ്. ഓക്കെ, ഇതിൻ്റെ മുകളിൽ മാർക്കറ്റ് ഇനി ഒരു ഗ്യാപ്പ് അപ്പിലാണ് വരുന്നതെങ്കിൽ സ്വാഭാവികമായിട്ട് ഗ്യാപ്പ് അപ്പിൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്യാതെ നെക്സ്റ്റ് ഒരു നിഫ്റ്റിക്ക് ഒരു സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻറ്റ് ഉണ്ടാകാൻ ചാൻസ് കുറവാണ്. സോ സെൽ ഓൺ ട്രേസ് എന്നുള്ള കൺസെപ്റ്റ് ചെയ്യുക. പ്രൈസ് കൂടി നിൽക്കുകയാണെങ്കിൽ അവിടുന്ന് അതിന് നിഫ്റ്റീനെ സെല് ചെയ്യുക. ഈ ഒരു ഏരിയയിൽ തിരിച്ച് വരുമ്പം അല്ലെങ്കിൽ ഈ ഒരു ഏരിയയിൽ നിന്ന് തിരിച്ച് 40-50 പോയിൻറ്റ്സ് ക്യാച്ച് ചെയ്തിട്ട് അവിടുന്ന് ബൈ ചെയ്ത് പ്രോഫിറ്റ് ബുക്ക് ചെയ്യുക. ഓക്കെ, സോ എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക്, ഷെയർ, സബ് മൈ ചാനൽ. താങ്ക് യു.